നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നെന്ന് പറയുന്ന മന്ത്രി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറായിട്ട് അധികാരമേറ്റതിനു ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒട്ടനവധിയാണ്. കേരളത്തിൽ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളുകളെ പോലും നിയമവിരുദ്ധമായിട്ട് രംഗത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് കർശനമായിട്ടുള്ള പല നിയമങ്ങളും കൊണ്ടുവന്ന ഒരാൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെയാണ്. ലൈസൻസ്, അമിത വേഗത, ഹെൽമെറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു മന്ത്രി എന്നുള്ള ഒരു രീതിയിലും കെ.ബി. ഗണേഷ് കുമാറിന്റെ വാക്കുകളെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നതും പതിവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് KSRTC വാഹനത്തിന് മുൻവശത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിന്റെ ബോട്ടിൽ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് അത് എടുത്തെറിയുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിനെതിരെ നടപടിയെടുക്കുന്ന കാര്യങ്ങളടക്കം കൈക്കൊണ്ടതും ഇതേ ഗതാഗത മന്ത്രിയാണ്. എന്നാൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കാൻ പ്രവർത്തിച്ച ഈ മന്ത്രിയുടെ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മന്ത്രി കാണിച്ചത് ഇത്രയും കാലം പ്രഹസനമായിരുന്നു, താങ്കൾക്കും ഈ പറയുന്ന നിയമം ബാധകമല്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങൾ കർശനമാക്കുകയും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ പരിഷ്കാരം കൊണ്ടുവരികയും ചെയ്ത അതിനൊക്കെ മുൻകൈ എടുത്ത കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത മന്ത്രി നിയമക്കുരുക്കിലേക്ക് പോകുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ തുടരുകയാണ്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം ഗണേഷ് കുമാറിന്റെ ജനന തീയതി എന്ന് പറയുന്നത് 1966 മെയ് 25 അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് 1984 ഫെബ്രുവരി 13 ലൈസൻസ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 17 വയസ്സ് മാത്രം. 17 വയസ്സും 8 മാസവുമായിരുന്നു ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ലൈസൻസ് ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രായം എന്താണ് ഇപ്പോൾ നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമം തെറ്റിച്ചുകൊണ്ടാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ലൈസൻസ് ലഭിച്ചത് എന്നതും. അങ്ങനെ തിരുവനന്തപുരം RTO ഓഫീസിൽ നിന്നാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, വിവാദമാകുന്നുണ്ട്. നിയമസഭാ രേഖകളിലും ഇതേ ജനന തീയതി തന്നെയാണ് മന്ത്രിക്ക് നൽകിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വസ്തുതയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരിക്കും എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതോടുകൂടെ ഉയരുകയാണ്. ഇന്ത്യൻ മോട്ടോർ വാഹന നിയമപ്രകാരം ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനും ലൈസൻസ് ലഭിക്കുന്നതിനും കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്.